നമ്മളെല്ലാവരും കൂടെ താല്പര്യമാണ്. ഞാൻ മാത്രമല്ല പ്രിയമുള്ളവരെ, എല്ലാവരും സഹകരിക്കണം, എല്ലാവരും സ്വയം നിയന്ത്രിക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. ആരും തള്ളിക്കയറരുത്, പ്ലീസ്, ആരും തള്ളിക്കയറരുത്. ആളുകളുടെ അനൗൺസ്മെന്റ് കേൾക്കുന്നില്ല. ദയവ് ചെയ്ത് പ്രിയമുള്ളവരെ, നമ്മുടെ പ്രദേശത്തേക്ക് ഒരുപാട് ആളുകളെ നമ്മൾ നേരത്തെ അതിരാവിലെ തന്നെ ഒക്കെ കാത്തു നിൽക്കുന്ന ഒരുപാട് ചാനലിന്റെ ആളുകളുണ്ട്. അവർക്ക് ഇവരുമായിട്ടുള്ള അഭിമാനം ദയവ് ചെയ്ത് മുഴുവൻ വരാതെയുള്ള ആളുകൾ ദയവ് ചെയ്ത് താഴോട്ട് ഇറങ്ങി നിൽക്കുന്നു. അവർക്ക് പത്രക്കാരെ കാണുന്നതിനുള്ള സൗകര്യം ചെയ്യാൻ കൊടുക്കണം. ഒന്ന് പുറത്തേക്കറിയാം, നമുക്ക് റെഗുലർ കാണണ്ടേ, ഇച്ചിരി നെഗറ്റീവൊക്കെ അടിച്ചാലും ഒരു ജീവന്റെ കാര്യം വരുമ്പോ ഒരു ആത്മാർത്ഥപരമായ ഒരു ജെന്യൂൻ കാര്യത്തിന് മലയാളികൾ കട്ടയ്ക്ക് നിൽക്കും. അതുപോലെ മലയാളികൾ കട്ടയ്ക്ക് നിൽക്കുന്ന പോലെ ലോകത്ത് ഒരു സ്റ്റേറ്റിൽ ഇതുപോലെ ഉണ്ടായിട്ടില്ല. ഒരു വ്യക്തിയെ രക്ഷിക്കാൻ വേണ്ടി 34 കോടിക്ക് പകരം 40 കോടിയിൽ പരം 48 കോടി എത്രയാന്ന് എനിക്കറിയില്ല. കാശൊക്കെ അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ലോകത്തില്ല. വേൾഡ് റെക്കോർഡാണ്. ഇന്ന് ഈ പെരുന്നാൾ നമ്മളൊരു വേൾഡ് റെക്കോർഡും കൂടിയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. പ്രതീക്ഷയുണ്ടായിരുന്നു. പിന്നെ ഉറപ്പായിട്ടും മലയാളികൾ ഒരിക്കലും കൈവിടില്ല. തീർച്ചയായിട്ടും അമ്മ സംഭാവന ചെയ്തു. അത് ഭയങ്കര ഞാൻ ഞെട്ടിപ്പോയി. അതേപോലെ
മോനെ ഒന്ന് മാറി മോനെ അങ്ങോട്ട് ബാക്ക് അത് വാക്കുകൾക്ക് അതീതമാണ്. ആ കാര്യങ്ങൾ പ്രിയപ്പെട്ട നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതാണ്. 20 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ആ കാത്തിരിപ്പിന് ഇന്ന് പരിസമാപ്തി ഉണ്ടായിരിക്കുകയാണ്. നമ്മുടെ നാടും നാട്ടുകാരുമെല്ലാം റഹീമിനെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. അതിന്റെ ഒരു സന്തോഷ നിമിഷമാണ്. ബലിപെരുന്നാൾ ദിവസം തന്നെ അദ്ദേഹത്തിന് വന്നു ചേരാൻ സാധിച്ചത് നാടിന് മറ്റൊരു പെരുന്നാൾ കൂടി ആയിരിക്കുകയാണ്. ഇതിനുവേണ്ടി സഹകരിച്ച മുഴുവൻ ആളുകളോടും നന്ദി പറയുകയാണ്. ഏറ്റവും നമുക്ക് പറയാനുള്ളത് മാധ്യമ പ്രവർത്തകരോടാണ്. ഇതിലെ ഏറ്റവും അധികം ഞങ്ങളോട് സഹകരിച്ച് ഈ നമ്മുടെ പ്രയത്നം സഫലീകരിക്കുന്നതിന് വേണ്ടി കഠിനമായി പ്രയത്നിച്ചത് മാധ്യമ പ്രവർത്തകർ തന്നെയാണ്. അവരോട് അഗാധമായ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. പിന്നെ ഞങ്ങളോടൊപ്പം ഞങ്ങളെ പരമാവധി സഹായിച്ച ബോച്ച അടക്കമുള്ള ആളുകളോടും നന്ദി പ്രകാശിക്കുന്നു. 20 വർഷത്തിന് ശേഷം നിങ്ങളുടെ നാട്ടുകാരുടെ നിങ്ങൾക്ക് ഒരു ഫോറം മേൽക്കാതെ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞിരുന്നു. എത്ര വൈകിയാലും ഒരു ഫോറം മേൽക്കാതെ നിന്റെ ഉമ്മനെ ഞാൻ ഏൽപ്പിച്ചിരിക്കും. ഒന്നാമത് തൗഫീഖോട് കൂടി എന്ന വാർത്ത ഞാൻ നിറവേറ്റിരിക്കുന്ന എംബസി ഓഫീഷ്യൽ യൂസഫ് കേരളത്തിന്റേത്. ഇതിന് ഇന്ത്യൻ എംബസിയോട് ഇന്ത്യയുടെ സംഘടനയിലെ ഇന്ത്യൻ എംബസിയോട് സൗദി അറേബ്യ നീതിന്യായ വകുപ്പിനോടും സൗദി ഗവൺമെന്റിനോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുകയാണ്. ഇത് 2013 മുതൽ ഉദ്യോഗസ്ഥരായി ഇന്ത്യൻ എംബസി എല്ലാ ദിവസവും രാവിലെ കക്കൂസയിൽ ഇരുന്നാണ് പത്രം വായിക്കാറ്. അപ്പൊ അന്ന് കക്കൂസ പോവാൻ മുട്ടിയത് കൊണ്ടും പത്രം വായിക്കാൻ പറ്റിയത് കൊണ്ടും ഈ സംഭവം അത്രയും തന്നെ കണ്ടു. 2 ആഴ്ച സമയത്തിനുള്ളിൽ തലവെട്ടും എന്നുള്ളൊരു ന്യൂസാണ്. എനിക്കെന്തോ മുഖത്തേക്ക് ആ ഫോട്ടോയിലൊക്കെ നോക്കിയപ്പോ ഒരു നിരപരാധിത്വം തോന്നി. പിന്നെ ഗൾഫിലെ കാര്യങ്ങളല്ലേ, നമ്മൾ ഇവിടുത്തെ പോലെയുള്ള കോടതി കാര്യങ്ങളൊക്കെ ഇതാണ്. അപ്പോ നമ്മൾ ബോച്ച ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അംഗങ്ങളായിട്ട് സംസാരിച്ചു. പല ജില്ലകളിലും എല്ലാവരും കട്ടയ്ക്ക് നിന്നു, ധൈര്യമായിട്ട് ഇറങ്ങി. അതുകൊണ്ട് ജനങ്ങളുടെ സപ്പോർട്ടാണ് ഇതില്. ഞാൻ 1 കോടി കൊടുത്തോണ്ടോ തിരുവനന്തപുരത്തുനിന്ന് ബോച്ച യാചകയാത്ര നടത്തിയതുകൊണ്ടൊന്നുമല്ല. യാചകയാത്ര നടത്തി ഞാൻ യാചകനായി പോയത്. മലയാളികളെ ശരിക്കും സപ്പോർട്ട് ചെയ്തു. അതാണ് സ്നേഹമുള്ളവരാണ് മലയാളികള്.